അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ലൈവായിട്ട് തന്നെ കുറച്ച് ഇതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പുതിയ അപ്ഡേറ്റ് വന്ന കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ നമ്മുടെ ചാനലിൻ്റെ പേര് ഗുഡ് ഹാപ്പൻസ് എന്ന ചാനലിൻ്റെ പേര് നമ്മൾ ഓൾറെഡി ഇതിൽ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ എന്താ പറയുക അപ്ഡേറ്റ്സിൽ നമുക്ക്, അതായത് ലോക്ക് സ്ക്രീൻ അപ്ഡേറ്റ്സിൽ നമുക്കത് കൊടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് ഡിഫറെൻറ്റ് ലോക്ക് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ പുതിയ ആൻഡ്രോയിഡ് 16, അതായത് നമ്മുടെ ഓക്സിജൻ OS 16 ബീറ്റ വെർഷനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ്സ് പേജിൽ പോയി കഴിഞ്ഞാൽ അവർ തന്നെ ഇതിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടായിട്ട് നമുക്ക് വീഡിയോ ഇതായിട്ട് തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കുറേ നോക്കി നോക്കാം. ഇപ്പോൾ വ്യൂ അപ്ഡേറ്റ്സ് നോട്ട്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ടെന്നുണ്ട്. നമുക്കിവിടെ ആനിമേഷൻസും കാണുക, ആനിമേഷൻസൊക്കെ നെക്സ്റ്റ് ലെവൽ സ്മൂത്ത് ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി സൂം ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണും. ഉണ്ടോ? അപ്പോൾ ഭയങ്കര സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് പാരലൽ പ്രോസസ്സിങ്ങിലാണ് ഇത് നടക്കുന്നത് ഇപ്പോൾ. അതുപോലെ തന്നെ അടുത്ത അപ്ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ട്രിനിറ്റി എഞ്ചിൻസിൻ്റെയും അപ്ലോഡ് വർക്ക്ലോഡ് റിസോഴ്സസൊക്കെ അവർ സ്മൂത്തൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ നമുക്ക് OnePlus AI നമുക്ക് മൈൻഡ് സ്പേസും ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. മൈൻഡ് സ്പേസ് ഇപ്പോൾ ജെമിനി ആയിട്ട് ഇൻറ്റിഗ്രേഷനും കാണാനൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ AI നമുക്ക് സെപ്പറേറ്റ് ഇപ്പോൾ ഒരു ആപ്പായിട്ട് കാണാം. ഞാനിത് സെറ്റിംഗ്സ് പേജിൽ കാണിച്ചു തരാം. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ AI പവർഡ് നോട്ട്സുകൾ, അത് AI ഞാൻ പറഞ്ഞല്ലോ, AI ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. AI പവർഡ് ഫോട്ടോസ്, പിന്നെ അടുത്ത് നമുക്ക് AI റൈറ്റിങ്സ്, പിന്നെ നമുക്ക് യൂണിക് യൂസ്, അതായത് നമുക്ക് ഫോണിൻ്റെ ചേഞ്ചസ്, അതായത് നമുക്ക് ഇതിൽ കുറേ ഈ ഗ്ലാസ് ഫിനിഷ് ഉണ്ടല്ലോ നമ്മുടെ ആൻഡ്രോയിഡ് iOS ഇപ്പോൾ പുതിയ ഇതിൽ വന്നപ്പോൾ കുറേ ഗ്ലാസ് ഫിനിഷ് ലുക്ക് ആ സംഭവമൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഞാൻ ഇപ്പോൾ ലോക്ക് സ്ക്രീനിൽ തന്നെ അത് എസ്പെഷ്യലി ഇപ്പോൾ ഞാൻ എന്താ പറയുക ഈ ഫിംഗർ പ്രിൻ്റ് ഉപയോഗിക്കാണ്ട് നമ്മൾ ഉണ്ട് ഐക്കൺസ് ഒക്കെ ഉണ്ട് ഒരു ഗ്ലാസ് ഫിനിഷ് പോലത്തെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതാണ് പറയുന്നത് കുറേ ഗ്ലാസ് ഫിനിഷ്. ഇത് ആക്ച്വലി എന്താ പറയുക ഇതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, അതായത് ഡാർക്ക് മോഡിൽ ഇട്ടാൽ മാത്രമേ ആ ഫിനിഷ് കിട്ടുള്ളൂ. വൈറ്റ് കളറിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ സംഭവമൊക്കെ പോകും. പിന്നെ ഫ്ലക്സ് ഹോം സ്ക്രീൻ പറഞ്ഞൊരു പുതിയ സെറ്റപ്പ്, അതായത് നമുക്ക് ഐക്കൺസ് ഒക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടോ. അത് എല്ലാ ഐക്കൺസും പറ്റില്ല, പക്ഷേ മിക്ക ഐക്കൺസും പറ്റുന്നുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ബീറ്റ മാറിയിട്ട് സ്റ്റേബിൾ വേർഷൻ വരുമ്പോൾ എല്ലാത്തിലേക്കും അത് സപ്പോർട്ട് ആക്കിപ്പിക്കുമെന്ന് അറിയില്ല. പിന്നെ കുറേ തീംസുകളും അതുപോലെ തന്നെ വാൾപേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന വാൾപേപ്പേഴ്സും പുതിയൊരു വാൾപേപ്പറാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, അതായത് ടച്ച് ടു ഷെയർ ഓപ്ഷൻസ് പോകുന്നുണ്ട്. OnePlus കണക്ട്, എനിക്ക് OnePlus കണക്ട്, നിങ്ങളൊരു OnePlus യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ OnePlus കണക്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പോ ഇൻസ്റ്റാൾ ആവുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ടോ. കുറേ കമ്പ്യൂട്ടറിൽ നമുക്കത് എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ OnePlus കണക്ട് ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് നെറ്റ്വർക്ക് സംഭവങ്ങളൊക്കെ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ കണ്ടു. ഇപ്പോൾ ആ ഹോം സ്ക്രീൻ തന്നെ മാറി. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇതിൽ തന്നെ നമുക്ക് പോകണ്ടോ. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ മച്ചയിലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എനിക്ക് സെപ്പറേറ്റ് കാണിക്കാൻ വേറെ OnePlus ഡിവൈസ് ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പണ്ടൊക്കെയാണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം വരുന്ന ആപ്സ് ഒന്ന് ഹൈലൈറ്റ് ആവും, എന്നിട്ട് ബാക്കി എല്ലാം വരും, അങ്ങനെയായിരുന്നു. ഇപ്പോൾ പക്ഷേ നമ്മൾ ആ സെലക്ട് ചെയ്യുന്ന ആപ്പ് മാത്രമേ വരുള്ളൂ കണ്ടു. അതുപോലെ തന്നെ സെറ്റിംഗ്സ് പേജ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് സെറ്റിംഗ്സ് പേജിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കണ്ടു. AI ഒക്കെ സെപ്പറേറ്റ് നമുക്ക് ഒരു സെപ്പറേറ്റ് ഒരു സെറ്റിങ്സിൻ്റെ ഒരു ഇതായി. അതിൽ നമുക്ക് എല്ലാ AI സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം പുറത്തായിരുന്നില്ല ആദ്യം. പിന്നെ നമുക്കിപ്പോൾ അബോർഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് അബോർഡിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പ്ലസ് കീല് ഉണ്ടോ. പിന്നെ ഓവറോൾ നമുക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് സ്മൂത്തണം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഇനീഷ്യലി ഫേസ് ചെയ്യുന്ന ഒരു പരിപാടി. അതുപോലെ തന്നെ ഭയങ്കര ആനിമേഷൻസും. ഇതിപ്പോൾ നമുക്ക് ആക്ച്വലി ആൻഡ്രോയിഡ് 16 അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇനീഷ്യലി ലോഗിൻ ചെയ്ത് വരില്ലേ, അപ്പോഴൊക്കെ ഇത് ഭയങ്കര ആനിമേഷനൊക്കെ ഒരു ഗെയിം എന്ന് പറയുന്ന പോലെയൊക്കെയാണ് ആനിമേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഇനി നമ്മൾ ചാർജിങ് കുത്തുമ്പോൾ ആനിമേഷൻസ് ചെറിയ മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫിംഗർ പ്രിൻ്റ് ആനിമേഷൻ അവർ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ പാനൽസ് ഉണ്ട്, നോട്ടിഫിക്കേഷൻ പാനൽ ഇപ്പോൾ കുറേ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കുറേശ്ശൊക്കെ ലുക്ക് മാറ്റിയിട്ടുണ്ട്. അതിലും ചെറിയൊരു ഗ്ലാസ് ഫിനിഷൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഓൾറെഡി കാണിച്ചെന്നല്ല ഞാൻ. പിന്നെ നമുക്ക് ലോക്ക് സ്ക്രീനിൽ കസ്റ്റം ടച്ച് ആഡ് ചെയ്യാം, അതും ഞാൻ കാണിച്ചിരുന്നു ഓൾറെഡി. പിന്നെ ഒരു പുതിയ ഫോണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്, അതായത് നമുക്ക് ഈ കാണുന്ന വേർഡ്സിൽ കാണിക്കുന്ന ഫോണ്ട്, ഞാൻ പിന്നെ ഇതിനെ പ്രത്യേകിച്ച് എടുത്ത് പറയാം. ഒരു പുതിയ ഫോണ്ട് OnePlusൻ്റെ ഒരു ഫോണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആനിമേഷൻസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 എക്സ്ട്രാ ആപ്പുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ കളറോയ്സ് എന്ന് വന്നിരിക്കുന്ന 2 ആപ്പുകളാണ്. ഒരെണ്ണം നമ്മുടെ കോമ്പസ് എന്ന് പറഞ്ഞ ആപ്പും ഒരെണ്ണം നമ്മുടെ എന്താ പറയുക വീഡിയോ പ്ലേ വന്നിട്ട് സെപ്പറേറ്റ് വേറെ ആപ്പും. അത് രണ്ടും നമ്മുടെ OnePlus പ്ലേയിൽ ഉണ്ടാകുന്ന സാധനമാണ് കേട്ടോ. അതിപ്പോൾ ഇതിൽ എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കുറേയൊക്കെ OnePlus ആയിട്ട് മാറ്റാനുള്ള OnePlus ഓക്സിജൻ OS ആയിട്ട് മാറ്റാനുള്ള പരിപാടിയിലാണെന്നുണ്ട്. അതുപോലെ തന്നെ ഫോട്ടോ ആപ്പും ഗാലറി ആപ്പും റീഡിസൈൻ ചെയ്തിട്ട് ചെറിയൊരു നമ്മുടെ iOSൻ്റെ ഗാലറി ആപ്പില്ലേ അതിൻ്റെ ഒരു ലുക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജെമിനി മൈൻഡ് സ്പേസ് ആയിട്ട് കൊളാബറേഷൻ. പക്ഷേ അത് നമുക്ക് മൈൻഡ് സ്പേസിൻ്റെ പ്രോ മോഡൽ വേണം, മൈൻഡ് സ്പേസ് അല്ല ജെമിനി പ്രോ മോഡൽ വേണം കേട്ടോ. പറയുമ്പോൾ ഉണ്ട് അത്. എന്താ വെച്ചാൽ ഞാൻ പിക്സൽ യൂസറാണ്, അപ്പോൾ നമുക്ക് ഇതിനോട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ. പിന്നെ എനിക്ക് തോന്നുന്നത് ബാറ്ററി ബാക്കപ്പും അത്യാവശ്യം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പറയുമ്പോൾ ഇത് ബീറ്റ വേർഷൻ ആണെങ്കിലും ഞാൻ ഇതുവരെയായിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 24 മണിക്കൂറായി നമ്മളിത് ഉപയോഗിക്കുന്നു കേട്ടോ. പക്ഷേ എപ്പോഴും നമുക്ക് വലിയ ഒരു പ്രത്യേകിച്ച് ബഗ്ഗല്ല, ഒരു ബഗ്ഗും നമ്മൾ ഇതിലോട്ട് ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ഞാൻ തോന്നുന്നത്. പക്ഷേ നിങ്ങളൊരു പ്രൈമറി ഡിവൈസ് നിങ്ങൾ OnePlus ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ പറയില്ല. അതുപോലെ തന്നെ ഗെയിമിംഗ് അസിസ്റ്റൻറ്റ് ആനിമേഷൻ കണ്ടു, ഗെയിമിങ്ങിൻ്റെ ആപ്പാണിത്. അപ്പോൾ ഞാൻ ഗെയിമൊന്നും കളിക്കാറില്ല, ഗെയിമൊന്നും ഇൻസ്റ്റാളില്ല. അപ്പോൾ ഇതിൽ ഗെയിംസ് ഒന്നും കാണില്ല. അതുപോലെ തന്നെ ഭയങ്കര ആനിമേഷൻസും അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയും അത്യാവശ്യം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഓൾറെഡി നല്ല സൗണ്ടാണ്. ഇത് OnePlus 13S ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ പിന്നെ നിങ്ങൾക്ക് വലിയ ലാഗോ സംഭവമൊന്നും ഫേസ് ചെയ്യേണ്ടി വരില്ല. എന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 888 ആണ് എടുക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ആക്ച്വലി ഇപ്പോൾ എലിജിബിൾ ഡിവൈസിൻ്റെ ലിസ്റ്റും വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഏതൊക്കെ ഫോണുകളിൽ ഏതൊക്കെ OnePlus ഫോണുകൾക്ക് നമുക്കിപ്പോൾ നമ്മുടെ ഈ സ്റ്റേബിൾ വേർഷൻ കിട്ടുന്നു പറഞ്ഞിട്ടൊരു എലിജിബിൾ ഡിവൈസ് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇതിൽ ജസ്റ്റ് പറയാം. ഞാൻ സെപ്പറേറ്റ് വേറെ വീഡിയോ ഇടും ചെയ്യാം കേട്ടോ. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മുടെ ഏതൊക്കെ ഫോണുകളിൽ നിങ്ങൾ ഏതൊക്കെ OnePlus ഡിവൈസുകൾക്ക് ഏതൊക്കെ നമ്മുടെ OxygenOS 16 എപ്പോഴാണ് കിട്ടുക, ഏതൊക്കെ എലിജിബിൾ ഡിവൈസാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് വന്നിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. നമ്മുടെ നവംബർ 2025 നമുക്ക് സ്റ്റേബിൾ വേർഷൻ വരാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ OnePlus 13, 13R, 13S വരുന്നുണ്ട്. അതുപോലെ തന്നെ OnePlus Openൽ വരുന്നുണ്ട്. OnePlus 12, 12R, OnePlus Pad 3, OnePlus Pad 2ലും വരുന്നുണ്ട് കേട്ടോ. ഡിസംബറിലാവുമ്പോൾ OnePlus 11, OnePlus 11R, Node 5, Node CE5, Node 4, Node 3. പിന്നെ അതായത് അടുത്ത കൊല്ലം ആദ്യത്തെ ക്വാർട്ടറിൽ നമുക്ക് OnePlus 10 Proയിൽ വരുന്നുണ്ട്, Node CE4ൽ വരുന്നുണ്ട്, Node CE4 Liteൽ വരുന്നുണ്ട്, OnePlus Padൽ വരുന്നുണ്ട്, OnePlus Pad Liteലും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റ് ലിസ്റ്റാണ് ഇപ്പോൾ ഓൾറെഡി പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ OriginOSൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് ആക്ച്വലി OriginOSൻ്റെ ബീറ്റ വെർഷൻ അപ്ഡേറ്റ് നമുക്ക് അപ്രൂവ് ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലൈവായിട്ട് കാണിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എന്തായാലും അറ്റ്ലീസ്റ്റ് നമ്മുടെ OxygenOS എങ്കിലും കിട്ടിയെന്നാണെങ്കിൽ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ചെയ്യാട്ടോ. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാം കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ 2 മെയിൻ ചാനൽസ് മാത്രമേ പോയി കണ്ടുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണാം.